ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാർ, നമ്മൾ പഠിച്ചു വരുന്നത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ നിസ്കാരം വുജൂബാകേണ്ട ഷർത്തുകൾ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു. ഇന്ന് ഇൻഷാ അല്ലാഹ് നിസ്കാരം സഹീഹാകാനുള്ള ഷർത്തുകൾ നമ്മൾ പറഞ്ഞത് 4 കാര്യങ്ങളാണ്. നിസ്കാരം സഹീഹാകാനുള്ള ഷർത്തുകൾ 4 എണ്ണമാണ്. ഈ 4 കാര്യങ്ങൾ ഒരാളുടെ നിസ്കാരത്തിൽ പാലിക്കപ്പെട്ടാലേ അയാളുടെ നിസ്കാരം സഹീഹാവുകയുള്ളൂ. അതിലൊന്ന് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു, സമയം പ്രവേശിക്കുക എന്നുള്ളത്. ഇന്ന് 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, 3 ഷർത്തുകൾ. അതിലൊന്ന് ഇസ്തിഖ്ബാലുൽ ഖിബില. നിസ്കരിക്കുന്ന ഒരാൾ ഖിബിലക്ക് മുന്നിടൽ അനിവാര്യമാണ്. ഖിബില എന്ന് പറഞ്ഞാൽ കഅബയിലേക്ക് മുന്നിട്ട് കൊണ്ടായിരിക്കണം ഒരാൾ നിസ്കരിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് പറയുന്നുണ്ട്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ആയത്തിന്റെ പശ്ചാത്തലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനത്തേക്ക് ഹിജ്റ വന്നു. ആ സമയത്തൊക്കെ നിസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചുകൊണ്ടിരുന്നത്. അതായത് മസ്ജിദുൽ അഖ്സയിലേക്ക്. ആദ്യത്തെ ഖിബില അതായിരുന്നു മുസ്ലിമീങ്ങളുടെ. റസൂലുള്ളാഹി തങ്ങൾ മദീനത്തേക്ക് വന്നപ്പോഴും ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചത്, മസ്ജിദുൽ അഖ്സയിലേക്ക്. ഏകദേശം 6 മാസത്തോളം റസൂൽ അങ്ങനെ നിസ്കരിച്ചു. പക്ഷെ മദീനത്ത് വന്ന സമയത്ത് റസൂലുള്ളാഹിയുടെ മനസ്സിന് വല്ലാത്ത സങ്കടം. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ ഉപ്പാപ്പ ഇല്ലത്ത്, ആ ഇബ്രാഹിം നബി നിർമ്മിച്ച കഅബ, ആ കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാനായിരുന്നു റസൂലുള്ളാഹി തങ്ങൾക്ക് ആഗ്രഹം. പക്ഷെ അള്ളാഹിന്റെ കൽപ്പന പ്രകാരം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു. അതിൽ വേറൊരു കഥയുണ്ട്. എന്തുകൊണ്ടെന്നാൽ കഅബാലയത്തിൽ അന്ന് 300 ചില്ലാനം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ മക്കത്ത് ഉണ്ടാകുന്ന സമയത്ത്. അപ്പം അതുകൊണ്ട് തന്നെ വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പാടാത്തതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തത് മസ്ജിദുൽ അഖ്സയാണ് ഖിബില. കഅബയുടെ മുറ്റത്തുനിന്ന് റസൂൽ നിസ്കരിക്കുക, പക്ഷേ ഖിബില മസ്ജിദുൽ അഖ്സയാണ്. എന്നിട്ട് പോലും അല്ലാഹു കഅബയിലേക്ക് തിരിയാൻ റസൂലുള്ളാഹിക്ക് അനുവാദം കൊടുത്തിട്ടില്ല, അവിടെ വിഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ മദീനത്തേക്ക് ഹിജ്റ വന്നു. ഹിജ്റ വന്ന 6 മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. റസൂലിന്റെ ആഗ്രഹം കഅബയിലേക്ക് തിരിയണമെന്നാണ്. അപ്പോൾ എല്ലാ സമയത്തും റസൂൽ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കും, ജിബ്രീൽ വരുന്നുണ്ടോ വഹയുമായിട്ട് ഇങ്ങനെ ആഗ്രഹത്തോടെ ഇങ്ങനെ നോക്കും. ഒരു ദിവസം മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ഒരു ദിവസം ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ. നിങ്ങൾ എപ്പോഴും ആകാശത്തേക്ക് നോക്കുന്നത് അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹു പറയാം, ഞാൻ കാണുന്നുണ്ട് നീ എപ്പോൾ ആകാശത്തേക്ക് നോക്കുന്നത്. ഒരു ദിവസം ഞാൻ നീ ഇഷ്ടപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്ന കഅബയെ നിനക്ക് ഖിബിലയായി നിശ്ചയിച്ചു തരും. എന്നിട്ടാണ് അള്ളാഹു പറയുന്നത്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഇനി നീ എന്ത് ചെയ്തോ, കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചോ എന്ന് റസൂലുള്ളാഹിക്ക് വഹി നൽകുന്നത്. അതുമുതലാണ് മുസ്ലിമീങ്ങളുടെ ഖിബില കഅബയായിട്ട് മാറുന്നത്. അതിനുശേഷം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്നവരാണെങ്കിലും അവർ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. അതിന്റെ ഷർത്താണ്. എന്നാൽ ചില ആൾക്കാർക്ക് അല്ലാഹു വിട്ടുവീഴ്ച. അതിലൊന്ന് രോഗികൾ, ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റാത്ത രോഗികൾ, കിടപ്പിലായ രോഗികൾ, അതേപോലെ തന്നെ നിൽക്കാൻ പറ്റാത്ത രോഗികൾ. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണോ കിടക്കുന്നത് അതേ അവസ്ഥയിൽ നിസ്കരിക്കാം, വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ട്. രണ്ടാമത് യാത്രക്കാരൻ. ഒരാൾ ട്രെയിനിൽ യാത്ര പോവാണ്, അയാൾക്ക് ഒരു രക്ഷയില്ല, നിസ്കരിക്കാൻ നല്ല റഷുള്ള ട്രെയിൻ, ഏത് ഭാഗത്തേക്കും തിരിയാനും കഴിയില്ല, നിസ്കരിക്കാനും കഴിയില്ല.
എന്താ ചെയ്യുക, അതേ അവസ്ഥയിൽ അയാൾക്ക് നിസ്കരിക്കാം. കിബില ഷർത്തില്ല. ഇതൊക്കെ കഴിവുള്ളവർക്ക് മാത്രം ബാധകമാണ്. ആ കഴിവില്ലാത്തവർക്ക് ഇത് അല്ലാഹു വിട്ടുവീഴ്ച നൽകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം യാത്ര ചെയ്യുന്ന സമയം ഫർനിസ്കരിക്കേണ്ട സമയമായപ്പോൾ റസൂലുള്ളാഹിയെ കഴുതനെ നിർത്തി താഴേക്ക് ഇറങ്ങി വുളൂ ചെയ്തു. റസൂലും സഹാബാക്കളും ജമാഅത്തായി നിസ്കരിച്ചു. നിസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സഹാബാക്കൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും യാത്ര പുറപ്പെട്ടോ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളും കഴുതപ്പുറത്ത് കയറി റസൂൽ കഴുതപ്പുറത്ത് നിന്ന് നിസ്കരിച്ചു. സുന്നത്ത് നിസ്കാരം പറഞ്ഞ ശേഷം സുന്നത്ത് നിസ്കാരം. ആ ഹദീസ് ഉദ്ധരിച്ച സഹാബി പറയാൻ, റസൂലുള്ളാഹി തങ്ങൾ നിസ്കാരം തുടങ്ങുന്നതിലേക്ക് നേരെയായിരുന്നു. പിന്നെ യാത്ര തുടങ്ങിയ ശേഷം കിബിലയിൽ നിന്ന് മാറി. അത് നമുക്ക് തെളിവാണ്. യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് സുന്നത്ത് നിസ്കാരം കിബിലയിലേക്കല്ലാതെ നിസ്കരിക്കാം. പക്ഷെ ഫർദ് കിബിലയിലേക്ക് തന്നെ വേണം. പറ്റാത്ത ആൾക്കാരാണെങ്കിൽ കിബില എല്ലാത്തിടത്തേക്ക് തിരിയാം. ഇനി കിബില നമ്മളെങ്ങനെ മനസ്സിലാക്കുക? ഇന്ന് മഅറൂഫാണ്, അറിയപ്പെട്ടതാണ്. ഏത് പള്ളിയിൽ പോയാലും നമുക്ക് മനസ്സിലാവും ഇത് കിബിലയാണ്. ഇന്ന് എൻ്റെ ആധുനിക ഉപകരണങ്ങളുണ്ട്, പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു യുദ്ധത്തിന്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം മരുഭൂമിയിലെത്തി. രാത്രി റസൂലുള്ളാഹി തങ്ങൾ മഗ്രിബും ഇശാഉം ജമ്മാക്കി നിസ്കരിക്കുകയാണ്. യുദ്ധത്തിന് ശേഷം മരുഭൂമിയിൽ നിന്ന് തിരിയുന്നില്ല, രാത്രിയാണ്. അവർ നക്ഷത്രത്തെ നോക്കിയിട്ടാണ് കിബില തീരുമാനിക്കുക. ഒന്നും തിരിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശത്തെ കണക്ക് കൂട്ടിയിട്ട് സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കൊള്ളി മുമ്പിൽ കുത്തി വെക്കണം. എന്നിട്ട് എല്ലാവരും ചെയ്തു. കൊള്ളി കുത്തി വെച്ച് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങി. രാവിലെ എന്നിട്ട് ഓരോ കാണൂലല്ലോ. രാവിലെ എന്ന് നോക്കിയപ്പോൾ ചില ആൾക്കാർ ഇങ്ങോട്ടാണ്, ചില ആൾക്കാർ ഇങ്ങോട്ടാണ്. ആർക്കും ഖിബില അറിയില്ല എങ്ങോട്ടാന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ നിർണയിച്ചിട്ട് പറഞ്ഞത് ഖിബില ഇങ്ങോട്ടാണ്, അതിന് ആരും മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും കാരണം വെറുതെ പോയി നിസ്കരിച്ചതുമല്ല, അവരന്വേഷിച്ചു, ഒരുപാട് പരിശ്രമിച്ചു, പക്ഷെ അത് കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെ അവസ്ഥയിൽ നിസ്കരിക്കാം. ഇതാണ് ഖിബില. ഇസ്തിഖ്ബാലുൽ ഖിബിലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരാളെ നിസ്കരിച്ചു, ഖിബിലയ്ക്കല്ലാതെ അറിയില്ല, അയാൾ അന്വേഷിച്ചപ്പോൾ നിസ്കരിച്ചു, പക്ഷെ തെറ്റാണ്. നിസ്കാരത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് എന്താ അദ്ദേഹത്തിന് നിസ്കാരത്തിന്റെ ഹുക്മ് എന്താ? സലാത്തുഹു സഹീഹ, നിസ്കാരം സഹീഹ. കാരണം അദ്ദേഹം മനഃപൂർവ്വം നിസ്കരിച്ചല്ല, അദ്ദേഹം പരിശ്രമിച്ചു. ഇങ്ങോട്ടാണ് കിബില, ഏകദേശം അദ്ദേഹത്തിന്റെ ഇജ്തിഹാദ് പ്രകാരം കണ്ടെത്തി നിസ്കരിച്ചു. നിസ്കാരം ശേഷമാണ് അറിയുന്നതെങ്കിൽ നിസ്കാരം സഹീഹ. നിസ്കാരത്തിനിടയിലാണ് അറിയുന്നതെങ്കിൽ അദ്ദേഹം എങ്ങോട്ടാണ് കിബില അങ്ങോട്ട് തിരിയൽ വാജിബാണ്. ഇതേപോലെ സംഭവം മദീനയിൽ നടന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബില മാറ്റം നടന്നു എന്ന വഹയുമായി ഇറങ്ങി. ഒന്നുകിൽ അസറിന്റെ സമയം അല്ലെങ്കിൽ ളുഹറിന്റെ സമയം, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതോ നിസ്കാരത്തിന്റെ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരെ വിളിച്ച് പറഞ്ഞു, പള്ളിയിൽ മസ്ജിദ് നബവിയിൽ ഖിബില മാറ്റം സംഭവിച്ചിട്ടുണ്ട്, എല്ലാവരും കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക. എല്ലാവരും നിന്ന് നിസ്കരിച്ചു. ഈ വാർത്ത മസ്ജിദ് നബവിയും നിസ്കാരം കഴിഞ്ഞ് പോകുന്ന ഓരോ ആൾക്കാരും അവരുടെ നാട്ടിൽ പോയിട്ട് പറയാൻ തുടങ്ങി, ഖിബില മാറിയിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബി അദ്ദേഹത്തിന്റെ ബനൂ സലമ ഗോത്രം താമസിക്കുന്ന സ്ഥലം, അവിടത്തേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. അത് ഏതാണ്ട് അഭിപ്രായ വ്യത്യാസം. ഇന്ന് കാണുന്ന മസ്ജിദ് ഖുബയാണെന്നും അതല്ല മസ്ജിദ് ഖിബിലത്തിനാണ് അഭിപ്രായ വ്യത്യാസമുണ്ട്. വല്ലാഹു അഅലം. എന്നിട്ട് അവിടെ പോയിട്ട് ഈ സഹാബി പറഞ്ഞു, ഖിബില മാറ്റം സംഭവിച്ചിട്ടുണ്ട്, ഇനി മുതൽ എല്ലാവരും കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. ആ സമയത്ത് അവർ നിസ്കരിച്ചുകൊണ്ടേയിരിക്കുക. അവരെന്ത് ചെയ്തു? നിസ്കാരത്തിൽ അതേപടി ഖിബിലയിലേക്ക് തിരിഞ്ഞു. ഇതാണ് ഒരു സംഭവം. അപ്പൊ നിസ്കാരത്തിനിടയിലാണ് അറിയുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ഖിബിലയിലോട്ടാണ് അങ്ങോട്ട് തിരിയാം. നിസ്കാരത്തിന് ശേഷമാണെങ്കിൽ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് മസ്അല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ നാട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ജിഹത്തുൽ ഖിബില മതി, ഐനുൽ ഖിബില വേണ്ട. അതായത് ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതി. കറക്റ്റ് ഇത് ഖിബില നമുക്ക് പറയാൻ പറ്റുമോ? കറക്റ്റ് കഅബയിലേക്ക് ഒരു കാലത്തും സാധിക്കൂല. അപ്പം ആ മസ്ജിദ് നബവി, കാരണം അത് അള്ളാഹു നേരിട്ട് കാണിച്ചു കൊടുത്തതാണ് ഇങ്ങനെ നിസ്കരിക്കേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് അത് മാത്രം ഡയറക്റ്റ് കഅബയിലേക്ക്, ബാക്കിയെല്ലാം ജിഹത്ത് മാത്രം, ഭാഗത്തിലേക്ക് മാത്രം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു
മസ്ജിദുൽ ഹറം, കാബയുടെ ഭാഗത്തേക്ക് തിരിക്കുക എന്ന് പറഞ്ഞത്. കാബയിലേക്ക് തിരിക്കുന്നല്ല എന്ന് പറഞ്ഞത്, കാബയുടെ ഭാഗത്തേക്ക് തിരിക്കുക. അപ്പൊ ഭാഗത്തേക്ക് തിരിച്ചാൽ മതി. നിസ്കരിക്കുന്നത് കാബ കാണുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കാബയിലേക്ക് തന്നെ നോക്കണം. അതായത് കാബയുടെ ഭാഗത്തേക്ക് തന്നെ തിരിയണം. ഭാഗം തിരിഞ്ഞാൽ പോരാ, കാബയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കേണ്ടതുണ്ട്. എങ്കിലും നിസ്കാരം സഹിക്കുകയുള്ളൂ. ഇതാണ് ഇസ്തിഖ്ബാൽ, ഖിബ്ലയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഔറത്ത് മറക്കണം. നിസ്കരിക്കുന്ന ആള് ഔറത്ത് മറക്കണം. അത് നിസ്കാരത്തിന്റെ ഷർത്താണ്. യാ ബനി ആദം ഖുദൂ സീനത, എല്ലാ പള്ളിയിലേക്ക് വരുമ്പോൾ വിശദീകരിച്ചത് ഇൻദ കുല്ലി സ്വലാ, എല്ലാ നിസ്കാരത്തിന്റെ സമയത്തും നിങ്ങൾ സീനത്ത് സ്വീകരിക്കണം, നല്ല വസ്ത്രം സ്വീകരിക്കണം. പണ്ഡിതന്മാർ അത് തഫ്സീർ കൊടുത്തത് ഔറത്ത് മറക്കണം എന്നുള്ളതാണ്. പുരുഷന്മാർ ഔറത്ത് ഏതാ നിസ്കരിക്കുമ്പോൾ? മുട്ടുപൊക്കളിന്റെ ഇടയിൽ മറച്ചിട്ട് ഒരാൾ നിസ്കരിച്ചാൽ നിസ്കാരം സഹിഹാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കരിഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുസല്ലി വലൈസ അലാ ആതിഖിഹി ഷൈഉൻ. ഒരാള് ഒന്നും ഇടാതെ നിസ്കരിക്കുന്നത് റസൂലുള്ളാഹി തങ്ങൾ വെറുതെ, മക്റൂഹാണ്, പാടില്ല. ചില ആൾക്കാർ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ മുണ്ട് മാത്രം, തുണി കൊടുത്ത് നിസ്കരിക്കും. മക്റൂഹാണ്, പാടില്ലാത്തതാണ്. അറ്റ്ലീസ്റ്റ് മറയുന്ന വസ്ത്രം ധരിക്കണം. അത് മക്റൂഹാണ്, വെറുക്കപ്പെട്ടതാണ്, പാടില്ലാത്തതാണ്. ഇന്നൊക്കെ വസ്ത്രമില്ല, ഒരു തുണി മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ ഔറത്ത് മറച്ച് നിസ്കരിക്കാം. ഇത് ആണുങ്ങളുടെ വസ്ത്രം. സ്ത്രീകളുടെ സംബന്ധിച്ച്, ഔറത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ ധരിക്കുന്ന ഹദീസാണ്. നിസ്കരിക്കുന്ന സമയം സ്ത്രീകൾ മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കണം. മുങ്ക എന്ന് പറഞ്ഞാൽ ഇത്, മുഖം ഈ ഭാഗം, ഇതും ഒഴിച്ച് ബാക്കിയെല്ലാം നിസ്കാരത്തിൽ ഔറത്താണ്. നിസ്കാരം അല്ലാത്ത സമയത്ത് പെണ്ണിന്റെ ഔറത്ത് ഏതാ? രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ശരീരം മുഴുവനും ഔറത്താണ്, പെണ്ണിന്റെ മുഴുവനും മറക്കണം. രണ്ട്, വല്ലാഹു അഅലം, ഹഖീഖികളായ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് സ്ത്രീ ശരീരം മുഴുവൻ. അതാണ് അധിക പണ്ഡിതന്മാരും പ്രബലമായി സൂചിപ്പിക്കുന്നത്. വല്ലാഹു അഅലം. എന്നിരുന്നാലും സ്ത്രീകൾ അവരുടെ മുങ്കയും മുഖവും ഒഴിച്ച് നിസ്കാരത്തിൽ മറക്കാണ്. അതേപോലെ തന്നെ ഒരു പെണ്ണ് നിസ്കരിക്കും, യാത്ര വഴിയിൽ വെച്ച് അല്ലെങ്കിൽ ഹോട്ടലിൽ വെച്ച് അല്ലെങ്കിൽ പള്ളിയുടെ വരാന്തയിൽ വെച്ച് ഒരു പെണ്ണ് നിസ്കരിക്കുന്ന സമയം ഒരു അന്യപുരുഷൻ കടന്നു പോവാണ്. അപ്പോൾ ആ പെണ്ണിന് തോന്നുകയാണ്, ആ അന്യപുരുഷൻ എന്നെ നോക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ ആ പെണ്ണിന് മുഖവും മുങ്കയും മറച്ചുകൊണ്ട് നിസ്കരിക്കാം. മനസ്സിലാകുന്നുണ്ടോ? മുഖം മറക്കാൻ പാടില്ല, പക്ഷെ നിസ്കാരത്തിൽ ഒരാൾ അന്യപുരുഷൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ മുഖം മറക്കുന്നതുകൊണ്ട് വിരോധമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇതാണ് സത്റുൽ ഔറ, ഔറത്ത് മറക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു നമ്മുടെ ഇൽമിലും അമലിലും ആരോഗ്യത്തിലും സമയത്തിലും നല്ല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.